നമസ്കാരം. ധനുസ് പി സി ടിപ്സിൻ്റെ ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് പ്രീവിയസ് ക്വസ്റ്റ്യൻ സീരീസിൽ വരുന്നത് 2021 LGS പ്രിലിംസിൻ്റെ ക്വസ്റ്റ്യൻ പേപ്പറാണ്. ക്വസ്റ്റ്യൻ പേപ്പർ കോഡ് എന്ന് പറയുന്നത് 31/2021 ആണ്. അതിൻ്റെ കൂടെ തന്നെ 32/2021 ഉൾപ്പെടുത്തിയിട്ടുണ്ട്. രണ്ട് കണ്ടൻറ്റും ഒന്നിച്ചാണ് വരുന്നത്. അപ്പോൾ ഇനി വരാൻ പോകുന്ന LGS എക്സാം അതുപോലെ തന്നെ മറ്റ് PSC എക്സാമുകളെല്ലാം തന്നെ പ്രിലിംസ് എക്സാം, ലാബോസിൻ്റെ പ്രിലിംസ്, LGS, LDC ഒക്കെ എഴുതുന്നവർക്ക് വേണ്ടി തയ്യാറാക്കിയിട്ടുള്ളൊരു കണ്ടൻറ്റ് തന്നെയാണ്. ചെറിയ ചെറിയ ക്വസ്റ്റ്യൻസാണ്, വേഗം പഠിക്കാം. അതുകൂടാതെ ആദ്യമായിട്ടാണ് ചാനൽ കാണുന്നതെങ്കിൽ, വീഡിയോസ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. നിങ്ങളുടെ സപ്പോർട്ട് വളരെയധികം ഉപകാരപ്രദമാണ്. അവ തുടർന്നും വീഡിയോസ് കാണുക. തുടങ്ങാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, ഇന്ത്യയുടെ രേഖാംശീയ വ്യാപ്തി ഏകദേശം എത്ര ഡിഗ്രിയാണ്? ഇന്ത്യയുടെ രേഖാംശീയ വ്യാപ്തി ഏകദേശം എത്ര ഡിഗ്രിയാണ്? രേഖാംശീയ വ്യാപ്തി ഇന്ത്യയുടെ രേഖാംശീയ വ്യാപ്തി ഏകദേശം എത്ര ഡിഗ്രിയാണെന്നാണ് ചോദിച്ചേക്കുന്നത്. ആൻസർ 30 ഡിഗ്രി. ഇന്ത്യയുടെ രേഖാംശീയ വ്യാപ്തി 30 ഡിഗ്രിയാണ്. ഫസ്റ്റ് വന്നേക്കുന്നത് ജോഗ്രഫിയാണ്. നെക്സ്റ്റ് വൺ, ഇന്ത്യൻ മാനക സമയം കണക്കാക്കുന്നത് ഏത് രേഖയെ അടിസ്ഥാനമാക്കിയാണ്? ഇന്ത്യൻ മാനക സമയം കണക്കാക്കുന്നത് ഏത് രേഖയെ അടിസ്ഥാനമാക്കിയാണ്? ആൻസർ 82 ഡിഗ്രി 30 മിനിറ്റ് പൂർവ്വരേഖാംശം. 82 ഡിഗ്രി 30 മിനിറ്റ് പൂർവ്വരേഖാംശം. ഏത് രേഖയാണ്? 82 ഡിഗ്രി 30 മിനിറ്റ് പൂർവ്വരേഖാംശം. ഇന്ത്യയിലെ ഏറ്റവും പഴക്കമുള്ള പർവ്വതനിര ഏതാണ്? ആൻസർ ആരവല്ലി. പഴക്കമുള്ളത് ആരവല്ലി. ഡെക്കാൻ പീഠഭൂമിയുടെ കിഴക്ക് ഭാഗത്തുള്ള മലനിര ഏതാണ്? പൂർവ്വഘട്ടം. ഡെക്കാൻ പീഠഭൂമിയിലെ കിഴക്ക് ഭാഗത്തുള്ള മലനിര പൂർവ്വഘട്ടം. നെക്സ്റ്റ് വൺ, അറബിക്കടൽ നദീവ്യൂഹത്തിൽ ഉൾപ്പെടാത്ത നദി ഏതാണ്? ആൻസർ മഹാനദി. അത് അറബിക്കടലിൽ പതിക്കാത്തത്. അറബിക്കടൽ നദീവ്യൂഹത്തിൽ ഉൾപ്പെടാത്ത നദി ഏതാണ്? മഹാനദി. നെക്സ്റ്റ് വൺ, സിന്ധുവിൻ്റെ ഏറ്റവും വലിയ പോഷക നദി ബിയാസ്. ഇന്ത്യയിലെ ശൈത്യകാലം ഡിസംബർ ഫെബ്രുവരിയാണ്. ഇന്ത്യയിലെ ഏറ്റവും ഉൽപ്പാദനക്ഷമത കൂടിയ മണ്ണിനമേത്? മണ്ണിനം ഏതാണ്? ആൻസർ എക്കൽ മണ്ണാണ് ഉൽപ്പാദനക്ഷമത കൂടിയ മണ്ണിനം. അടുത്തത്, കോർബറ്റ് ദേശീയ പാർക്കിൽ പ്രധാനമായും ഏത് ജീവിയുടെ സംരക്ഷണമാണ് ലക്ഷ്യമിട്ടുള്ളത്? ആൻസർ കടുവ. കോർബറ്റ് ദേശീയ പാർക്ക് കടുവ. നെക്സ്റ്റ്, വേടന്തങ്കൽ പക്ഷിസങ്കേതം സ്ഥിതി ചെയ്യുന്ന സംസ്ഥാനം ഏതാണ്? ആൻസർ തമിഴ്നാട്. വേടന്തങ്കൽ തമിഴ്നാട്. ഇന്ത്യയിലെ രണ്ടാമത്തെ പോർച്ചുഗീസ് വൈസ്രോയി ഏതാണ്? ആൻസർ അൽഫോൻസ ഡി ആൽബുക്കർക്ക്. രണ്ടാമത്തെ പോർച്ചുഗീസ് വൈസ്രോയി ആരാണ്? അൽഫോൻസ ഡി ആൽബുക്കർക്ക്. രണ്ടാമത്തേത് ആൽബുക്കർക്കാണ്. നെക്സ്റ്റ് വൺ, 1857 മഹത്തായ വിപ്ലവത്തിന് നേതൃത്വം നൽകിയ മുഗൾ ചക്രവർത്തി ആരാണ്? ആൻസർ ബഹദൂർ ഷാ രണ്ടാമനാണ്. 1857 മുഗൾ ചക്രവർത്തി ആരാണ്? ബഹദൂർ ഷാ രണ്ടാമൻ. ഏത് ഗവർണർ ജനറലിൻ്റെ കാലത്താണ് റവന്യൂ ബോർഡ് രൂപീകരിച്ചത്? റവന്യൂ ബോർഡ് രൂപീകരിച്ചത് ഏത് ഗവർണർ ജനറലിൻ്റെ കാലത്താണ്? ആൻസർ എന്താണ്? വാറൻ ഹേസ്റ്റിങ്സ്. റവന്യൂ ബോർഡ് രൂപീകരിച്ചത്
വാറൻ ഹേസ്റ്റിങ്സ് ആണ്. റവന്യൂ ബോർഡ് വാറൻ ഹേസ്റ്റിങ്സ് ആണ്. ആധുനിക ഇന്ത്യയുടെ സാമൂഹിക പരിഷ്കരണ പ്രസ്ഥാനങ്ങളുടെ പ്രഭാനക്ഷത്രം എന്നറിയപ്പെടുന്നത്, ആധുനിക ഇന്ത്യയിലെ സാമൂഹിക പരിഷ്കരണ പ്രസ്ഥാനങ്ങളുടെ പ്രഭാനക്ഷത്രം എന്നറിയപ്പെടുന്നത് ആരാണ്? രാജാറാം മോഹൻ റോയ്. രാജാറാം മോഹൻ റോയ് ആണ്. പ്രഭാനക്ഷത്രം ആരാണ്? രാജാറാം മോഹൻ റോയ്. ഇന്ത്യയുടെ ആധുനിക ഇന്ത്യയിലെ സാമൂഹിക പരിഷ്കരണ പ്രസ്ഥാനങ്ങളുടെ പ്രഭാനക്ഷത്രം ആരാണ്? രാജാറാം മോഹൻ റോയ്. നെക്സ്റ്റ്, രാജാറാം മോഹൻ റോയ് വേദാന്ത കോളേജ് സ്ഥാപിച്ചത് എവിടെയാണ്? രാജാറാം മോഹൻ റോയ് വേദാന്ത കോളേജ് സ്ഥാപിച്ചത് എവിടെയാണ്? കൽക്കട്ടയാണ്. കൽക്കട്ടയാണ്. ഇന്ത്യയുടെ വിദേശ നയത്തിൻ്റെ മുഖ്യശില്പി. ഇന്ത്യയുടെ വിദേശ നയത്തിൻ്റെ മുഖ്യശില്പി ആരാണ്? വിദേശ നയത്തിൻ്റെ മുഖ്യശില്പി ആരാണ്? ജവഹർലാൽ നെഹ്റുവാണ്. ജവഹർലാൽ നെഹ്റുവാണ് ഇന്ത്യയുടെ വിദേശ നയത്തിൻ്റെ മുഖ്യശില്പി. നെക്സ്റ്റ് വൺ, മഹാത്മാഗാന്ധി തൻ്റെ രാഷ്ട്രീയ പിൻഗാമിയായി പ്രഖ്യാപിച്ചത് ആരെയാണ്? മഹാത്മാഗാന്ധി തൻ്റെ രാഷ്ട്രീയ പിൻഗാമിയായി പ്രഖ്യാപിച്ചത് ആരെയാണ്? ജവഹർലാൽ നെഹ്റുവിനെയാണ്. ജവഹർലാൽ നെഹ്റുവിനെയാണ് മഹാത്മാഗാന്ധി തൻ്റെ രാഷ്ട്രീയ പിൻഗാമിയായി പ്രഖ്യാപിച്ചത്. നെക്സ്റ്റ് വൺ, ഗാന്ധിജി ചമ്പാരൻ സത്യാഗ്രഹം നടത്തിയ വർഷം. ഗാന്ധിജി ചമ്പാരൻ സത്യാഗ്രഹം നടത്തിയ വർഷം ഏതാണ്? ചമ്പാരൻ സത്യാഗ്രഹം വർഷം ഏതാണ്? വർഷം 17ആണ്. ചമ്പാരൻ്റെത് 17, 1917 ചമ്പാരൻ സത്യാഗ്രഹം. സി 7. ചമ്പാരൻ സി എന്ന് ഓർക്കുക. ചമ്പാരൻ സി 17 1917. നെക്സ്റ്റ് വൺ, ഏറ്റവും കൂടുതൽ കാലം രാഷ്ട്രപതിയായി സേവനമനുഷ്ഠിച്ചത് ആരാണ്? ഏറ്റവും കൂടുതൽ കാലം രാഷ്ട്രപതിയായി സേവനമനുഷ്ഠിച്ചത് ഇവിടെ കൊടുത്തേക്കുന്നതിൽ ആരാണ്? ആൻസർ ഡോക്ടർ രാജേന്ദ്ര പ്രസാദ്. ഡോക്ടർ രാജേന്ദ്ര പ്രസാദാണ് ഏറ്റവും കൂടുതൽ കാലം രാഷ്ട്രപതിയായി സേവനമനുഷ്ഠിച്ചത് ആരാണ്? ഡോക്ടർ രാജേന്ദ്ര പ്രസാദ്. ഇന്ദിരാഗാന്ധി വധിക്കപ്പെട്ട സമയത്ത് രാഷ്ട്രപതിയായിരുന്നത് ആരാണ്? ഇന്ദിരാഗാന്ധി വധിക്കപ്പെട്ട സമയത്ത് രാഷ്ട്രപതിയായിരുന്നത് ആരാണ്? ആൻസർ ഗ്യാനി സെയിൽ സിംഗ്. മൗലിക അവകാശങ്ങൾ നിഷ്പ്രഭമാകുന്നത് എപ്പോഴാണ്? മൗലിക അവകാശങ്ങൾ നിഷ്പ്രഭമായി പോകുന്നത് എപ്പോഴാണ്? ആൻസർ അടിയന്തരാവസ്ഥ കാലത്താണ്. അടിയന്തരാവസ്ഥ കാലത്താണ് മൗലിക അവകാശങ്ങൾ നിഷ്പ്രഭമായി പോകുന്നത്. ഇന്ത്യൻ പൗരൻ്റെ മൗലിക അവകാശത്തിൽ ഉൾപ്പെടാത്ത അവകാശം. ഇന്ത്യൻ പൗരൻ്റെ മൗലിക അവകാശത്തിൽ ഉൾപ്പെടാത്ത അവകാശം ഏതാണ്? ആൻസർ ഓപ്ഷൻ സി സ്വത്തവകാശം. ഇന്ത്യൻ പൗരൻ്റെ മൗലികാവകാശം ഇപ്പോൾ ഏതല്ല? സ്വത്തവകാശം. ഇന്ത്യൻ ഭരണഘടനയുടെ ആർട്ടിക്കിൾ 17 എന്ത് ബന്ധപ്പെട്ടിരിക്കുന്നു? ആർട്ടിക്കിൾ 17 എന്തുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? ആൻസർ അയിത്ത നിർമാർജനം. 17 അയിത്ത നിർമാർജനം. അടുത്തത് 6 മൗലിക സ്വാതന്ത്ര്യങ്ങളെക്കുറിച്ച് പ്രതിപാദിക്കുന്ന ഭരണഘടനാ അനുച്ഛേദം. 6 മൗലിക സ്വാതന്ത്ര്യങ്ങളെക്കുറിച്ച് പ്രതിപാദിക്കുന്ന ഭരണഘടനാ അനുച്ഛേദം ഏതാണ്? ആൻസർ എന്താണ്? 19-ാം അനുച്ഛേദം. 19 1 1A 1 1B 1C എന്നൊക്കെ അങ്ങനെ 6 ഉണ്ടല്ലേ. 6 മൗലിക സ്വാതന്ത്ര്യങ്ങളെക്കുറിച്ച് പ്രതിപാദിക്കുന്ന ഭരണഘടനാ അനുച്ഛേദം എന്താണ്? 19-ാം അനുച്ഛേദങ്ങളാണ്. ആർട്ടിക്കിൾ 14 പ്രകാരമുള്ള നിയമത്തിൻ്റെ മുന്നിൽ തുല്യത എന്ന ഭരണഘടനാ തത്വത്തിൽ ഇളവ് ലഭിക്കുന്ന പദവി ഏതാണ്? ആർട്ടിക്കിൾ 14 പ്രകാരമുള്ള നിയമത്തിൻ്റെ മുന്നിൽ തുല്യത എന്ന ഭരണഘടനാ തത്വത്തിൽ ഇളവ് ലഭിക്കുന്ന പദവി ഏതാണ്? ആൻസർ എന്താണ്? രാഷ്ട്രപതിയാണ്. ഏത് പദവിയാണ്? രാഷ്ട്രപതിയാണ്. ദേശീയ മനുഷ്യാവകാശ കമ്മീഷണറെയും മെമ്പർമാരെ ശുപാർശ ചെയ്യുന്ന കമ്മിറ്റിയുടെ ചെയർമാൻ ആരാണ്? ദേശീയ മനുഷ്യാവകാശ കമ്മീഷന്മാരുടെയും മെമ്പർമാരെയും ശുപാർശ ചെയ്യുന്ന കമ്മിറ്റിയുടെ തലവന് പറയുന്ന പേരെന്താണ്? പ്രധാനമന്ത്രിയാണ്. ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ്റെയും മെമ്പർമാരെയും ശുപാർശ ചെയ്യുന്ന കമ്മിറ്റിയുടെ ചെയർമാൻ പ്രധാനമന്ത്രിയാണ്. ദേശീയ വനിതാ കമ്മീഷൻ്റെ പ്രഥമ അധ്യക്ഷ ആരായിരുന്നു? ദേശീയ വനിതാ കമ്മീഷൻ്റെ പ്രഥമ അധ്യക്ഷ ആരായിരുന്നു? ജയന്തി പട്നായിക്. പ്രഥമ അധ്യക്ഷ ആരായിരുന്നു? ജയന്തി പട്നായിക് ആയിരുന്നു. ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ ചെയർമാൻ്റെയും മെമ്പർമാരുടെയും കാലാവധി എത്രയാണ്? 3 വർഷം അല്ലെങ്കിൽ 70 വയസ്സാണ്. 3 വർഷം അല്ലെങ്കിൽ 70 വയസ്സാണ്. തൂവയൽ പന്തികൾ എന്നറിയപ്പെട്ട
കൂട്ടായ്മ സ്ഥാപിച്ചാരാണ്? തൂവയൽ പന്തികൾ സ്ഥാപിച്ചത് ആരാണ്? തൂവയൽ പന്തികൾ സ്ഥാപിച്ചത് ആരാണ്? തൂവയൽ പന്തികൾ സ്ഥാപിച്ച ആരാണ്? വൈകുണ്ഠസ്വാമികളാണ്. വൈകുണ്ഠസ്വാമികൾ. അടുത്തത്, സാരഞ്ജിനി പരിണയം എന്ന സംഗീത നാടകത്തിൻ്റെ കർത്താവ്. സാരഞ്ജിനി പരിണയം എന്ന സംഗീത നാടകത്തിൻ്റെ കർത്താവ് ആരാണ്? സാരഞ്ജിനി പരിണയം എന്ന സംഗീത നാടകത്തിൻ്റെ കർത്താവ് ആരാണ്? ആൻസർ അയ്യത്താൻ ഗോപാലൻ. സാരഞ്ജിനി പരിണയം അയ്യത്താൻ ഗോപാലൻ. സാരഞ്ജിനി പരിണയം അയ്യത്താൻ ഗോപാലൻ. അഞ്ചുതെങ്ങ് കോട്ട സ്ഥിതി ചെയ്യുന്ന ജില്ല ഏതാണ്? അഞ്ചുതെങ്ങ് കോട്ട സ്ഥിതി ചെയ്യുന്ന ജില്ല. അഞ്ചുതെങ്ങ് കോട്ട സ്ഥിതി ചെയ്യുന്ന ജില്ല ഏതാണ്? തിരുവനന്തപുരം. പഴശ്ശിക്കലാപം പ്രമേയമാക്കിയ കേരളവർമ്മ പഴശ്ശിരാജ എന്ന ചിത്രത്തിൻ്റെ തിരക്കഥ തയ്യാറാക്കിയത് ആരാണ്? കേരളവർമ്മ പഴശ്ശിരാജ ചിത്രത്തിൻ്റെ തിരക്കഥ തയ്യാറാക്കിയത് ആരാണ്? തിരക്കഥ തയ്യാറാക്കിയത് ആരാണ്? MD വാസുദേവൻ നായർ. MD വാസുദേവൻ നായരാണ്. ബ്രിട്ടീഷുകാരുടെ നികുതി വ്യവസ്ഥയെ ചോദ്യം ചെയ്ത കലാപത്തിൽ പങ്കെടുത്ത ഗോത്രവിഭാഗക്കാർ ആരെല്ലാം? ബ്രിട്ടീഷുകാരുടെ നികുതി വ്യവസ്ഥയെ ചോദ്യം ചെയ്ത കലാപത്തിൽ പങ്കെടുത്ത ഗോത്രവിഭാഗക്കാർ ആരെല്ലാമാണ്? കുറിച്യരും കുറുമ്പരുമാണ്. കുറിച്യരും കുറുമ്പരുമാണ് അല്ലേ? പഴശ്ശിരാജ സിനിമ കാണുന്നവർക്കെല്ലാം അതിനെക്കുറിച്ച് അറിയാം. കുറിച്യരും കുറുമ്പരുമാണ്. ഇനി, സർക്കാർ ജോലികളിൽ തിരുവിതാംകൂറുകാർക്ക് മതിയായ പ്രാതിനിധ്യം ആവശ്യപ്പെട്ടുകൊണ്ട് നടന്ന സംഭവം ഏതാണ്? സർക്കാർ ജോലികളിൽ തിരുവിതാംകൂറുകാർക്ക് മതിയായ പ്രാതിനിധ്യം ആവശ്യപ്പെട്ടുകൊണ്ട് നടന്ന സംഭവം ഏതാണ്? ആൻസർ എന്താണ്? മലയാളി മെമ്മോറിയൽ. സർക്കാർ ജോലികളിൽ തിരുവിതാംകൂറുകാർക്ക് മതിയായ പ്രാതിനിധ്യം ആവശ്യപ്പെട്ട് നടന്ന സംഭവം എന്താണ്? മലയാളി മെമ്മോറിയൽ. മനുഷ്യരുടെ വായിലെ ഉള്ളിപ്പല്ലുകളുടെ എണ്ണം എത്രയാണ്? മനുഷ്യരുടെ വായിലെ ഉള്ളിപ്പല്ലുകളുടെ എണ്ണം എത്ര? ഉള്ളിപ്പല്ലിൻ്റെ എണ്ണം എത്രയാണ്? 8. എത്രയാണത്? 8. നെക്സ്റ്റ് വൺ, ശ്വാസകോശത്തെ പൊതിഞ്ഞിരിക്കുന്ന ഇരട്ട സ്ഥലം ഏതാണ്? ശ്വാസകോശത്തെ പൊതിഞ്ഞിരിക്കുന്ന ഇരട്ട സ്ഥലം ഏതാണ്? ഏത് സ്ഥലമാണ്? പ്ലൂറ എന്ന് പറയും അല്ലേ? പ്ലൂറ സ്ഥലമാണ്. ശ്വാസകോശത്തെ പൊതിഞ്ഞിരിക്കുന്ന ഇരട്ട സ്ഥലം ഏതാണ്? പ്ലൂറ സ്ഥലം. ശ്വാസകോശത്തില്ലേ? അത് ശ്വാസകോശമാണിത്. ഇരട്ട സ്ഥലം കൊണ്ടാണ് വന്നേക്കുന്നത്. ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെയാണ് കാണുന്നത് അല്ലേ? ഇതാണ് ശരിക്കുമുള്ള ഇത്. വീർക്കുകയും ചുരുങ്ങുകയും ഉള്ള സൗകര്യമുള്ളത് കൊണ്ട് അത് ആ അവസ്ഥയിലായിരിക്കും. അപ്പോൾ ഇരട്ട സ്ഥലമാണ്. എന്തിനു വേണ്ടിയാണ് ഇരട്ട സ്ഥലം കൊണ്ട് പൊതിഞ്ഞേക്കുന്നത്? ഈ നമ്മുടെ ബോഡിയുടെ അല്ലേ, ബോഡിയുടെ ഫ്രിക്ഷൻ കൊണ്ട് ഒന്നും സംഭവിക്കാതിരിക്കും അല്ലേ? ബോഡി വയറിൻ്റെ മുകളിലെ കാണുക, വയറിൻ്റെ താഴ്ഭാഗം. അപ്പോൾ ഈ ബോഡിയുടെ ഭാഗത്തുള്ള നമ്മൾ നെഞ്ചിലൊക്കെ ഇടിക്കുമ്പോഴും ഒക്കെ എന്താണ്, അതിന് അകത്തേക്ക് ക്ഷതമേൽക്കാതിരിക്കാനൊക്കെയാണെന്ത്, മറ്റ് അവയവങ്ങളിൽ നിന്നും ക്ഷതമേൽക്കാതിരിക്കാൻ വേണ്ടിയാണെന്ത്, ഈ അത് ചുരുങ്ങാനും വികസിക്കാനും കൂടിയാണെന്തോ ശരിക്കും പറഞ്ഞെന്തിന് ഈ പ്ലൂറാസ്ഥലം കൊണ്ട് നിർമ്മിച്ചേക്കുന്നത്. അപ്പോൾ അതിനിടയ്ക്ക് ഒരു ദ്രാവകം എന്താണ്? പ്ലൂറൽ ഫ്ലൂയിഡ്, പ്ലൂറ ദ്രാവകം എന്നാണ് അതിന് പറയുക. ഓക്കെ, ശ്വാസകോശത്തെ പൊതിഞ്ഞിരിക്കുന്ന സ്ഥലം എന്താണ്? പ്ലൂറ സ്ഥലമാണ് അല്ലേ? ഇനി ഇവിടെ പെരിക്കാർഡിയം എന്ന് പറഞ്ഞാൽ എന്താണ്? പെരിക്കാർഡിയം ഉണ്ട്. മെനിഞ്ചസ് എന്ന് പറഞ്ഞാൽ എന്താണ്? തലച്ചോറിൽ അല്ലേ? തലച്ചോറിൻ്റെ ഭാഗത്താണ് മെനിഞ്ചസ് കാണുന്നത്. ഡയഫ്രം എന്ന് പറഞ്ഞാൽ എന്താണ്? ഡയഫ്രം. അപ്പോൾ നമ്മൾ ബോഡി വരയ്ക്കുമ്പോൾ അല്ലേ, ബോഡി വരച്ചു, ഇത് ബോഡിയാണെങ്കിൽ വയറ് ഭാഗമില്ലേ, വയറിൻ്റെ അവിടെ ഇതേപോലെ ആർച്ച് പോലൊരു സാധനം കാണും അല്ലേ? നമ്മുടെ വാരിയെല്ലുകൾ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ, ഇത് വാരിയെല്ലുകൾ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ബാക്കി വരുന്ന ഭാഗത്ത് ആർച്ച് പോലെ കാണില്ലേ? ഈ പാർട്ടീഷനാണ് എന്താ? ഡയഫ്രം. അവരസാശ്യവും ഉദരാശയം, ഇത് ഉദരാശയം, ഇത് അവരസാശ്യം. അവരസാശ്യം ഉദരാശയം വേർതിരിക്കുന്ന പാർട്ടീഷൻ, വേർതിരിക്കുന്ന ഭാഗമാണെന്ത്? ഡയഫ്രം എന്ന് പറയുക. ഇനി ലോക ഹീമോഫീലിയ ദിനം ലോക ഹീമോഫീലിയ ദിനം എന്നാണ്? ഏപ്രിൽ 17 ലോക ഹീമോഫീലിയ ദിനം. ഏപ്രിൽ 17 ലോക ഹീമോഫീലിയ ദിനം. ഇനി സെറിബ്രത്തിന് പിന്നിൽ താഴെ 2 ദളങ്ങളായി കാണപ്പെടുന്ന മസ്തിഷ്ക ഭാഗമാണ് ഏത്? സെറിബ്രത്തിന് പിന്നിൽ താഴെ 2 ദളങ്ങളായി കാണപ്പെടുന്ന മസ്തിഷ്ക ഭാഗത്തിന് പറയുന്ന പേരെന്താണ്? സെറിബെല്ലം അല്ലേ? സെറിബെല്ലം എന്നാണ് പറയുക. സെറിബ്രം അല്ലേ? ഏറ്റവും തലച്ചോറ് വരിക ഏറ്റവും വലിയ ഭാഗം എന്താണ്? ഇത് സെറിബ്രം ആണെങ്കിൽ അല്ലേ, താഴെ 2 അപ്പുറത്ത് ഒരു 2 സാധനം കാണത്തില്ലേ? സെറിബെല്ലം അതാണ് അല്ലേ? താഴെ ഇങ്ങോട്ടൊരു സാധനം വരും. ഇടയ്ക്ക് മെഡല്ലോ ഒബ്ലോങ് ആയിട്ട് താഴെ ഇങ്ങോട്ട് പോകുന്നില്ല. ഇത് ഇവിടെ കാണുന്ന സാധനം ആ 2 എണ്ണമാണെന്ത്? സെറിബെല്ലം എന്നൊക്കെ പറയുന്നത്. ഈ ലാർജ് വലിയ ഭാഗം കാണുന്നതാണ് നമ്മുടെ ബുദ്ധി കേന്ദ്രം അല്ലേ? എല്ലാ ബുദ്ധിയുടെ സംസാരത്തിൻ്റെ എല്ലാ സാധനം ഇരിക്കുന്നതാണെന്ത്? ഈ സെറിബ്രം. സെറിബെല്ലം നമ്മൾ തുലനാവസ്ഥ അല്ലേ, കള്ള് കുടിച്ചാൽ ബാലൻസ് പോകുന്ന സാധനം അറിയുന്നതൊക്കെ എവിടെയാണ്? സെറിബെല്ലമാണ്. ഓക്കെ,
അപ്പോൾ സെറിബ്രത്തിന് പിന്നിൽ താഴെ 2 ദളങ്ങളായി കാണപ്പെടുന്ന മസ്തിഷ്കഭാഗം എന്താണ്? സെറിബെല്ലമാണ്. ഐച്ഛിക ചലനങ്ങളെ നിയന്ത്രിക്കുന്ന മസ്തിഷ്കഭാഗം, നമ്മുടെ ഇഷ്ടപ്രകാരമുള്ള ചലനങ്ങളെ, ഐച്ഛിക ചലനങ്ങളെ നിയന്ത്രിക്കുന്ന, നമ്മൾ കൈ അനക്കിയാൽ കൈ അനങ്ങും എന്നുള്ള രീതിയിൽ, അത് കണ്ണ് ചിമ്മുന്നതല്ല, ഹൃദയം ഇടിക്കുന്ന ചലനങ്ങളല്ല, അല്ലാതെ നമ്മൾ കൈ അനക്കിയാൽ കൈ ചിന്തുന്നു, ഇല്ല നടക്കുമ്പോൾ കാലനങ്ങും എന്നുള്ളത്, അങ്ങനെയാണ് ഐച്ഛിക ചലനങ്ങൾ. നമ്മൾ ഇഷ്ടപ്പെടുമ്പോൾ നടക്കുന്ന കാര്യങ്ങളാണ് ഐച്ഛിക ചലനങ്ങൾ. ഐച്ഛിക ചലനങ്ങളെ നിയന്ത്രിക്കുന്ന മസ്തിഷ്കഭാഗം ഏതാണ്? ഏത് മസ്തിഷ്കഭാഗം കൊടുത്തേക്കുന്നതിൽ? സെറിബ്രമാണ്. സെറിബ്രമാണ് ലാർജ് ഭാരി അല്ലേ, ലാർജ് ഏരിയ. സെറിബ്രമാണ് ഐച്ഛിക ചലനങ്ങൾ നിയന്ത്രിക്കുക. നെക്സ്റ്റ്, കാൽമുട്ടിലെ അസ്ഥിയുടെ പേരെന്താണ്? കാൽമുട്ടിലെ അസ്ഥിയുടെ പേര് എന്താണ്? പാറ്റല്ല. കാൽമുട്ടിലെ അസ്ഥിയുടെ പേരെന്താണ്? പാറ്റല്ല. കാൽമുട്ട് പാറ്റല്ല, പാറ്റല്ല അല്ലേ. ഇംഗ്ലീഷ് നെയിം അത് മലയാളത്തിലേക്ക് ആക്കിയിട്ടുള്ളതാണ്, പാറ്റല്ല. ഇവിടെ മാക്സില റേഡിയസ് ആൻഡ് അൾന എന്നൊക്കെ പറയുമ്പോൾ കൈലിയാണ്, റേഡിയസ് അൾനയൊക്കെ പറയുമ്പോൾ അത് കൈലിയാണ്. ഇവിടുത്തെ കാൽമുട്ട് പാറ്റല്ല, ബാക്കി വേണ്ട, ഒന്നും വേണ്ട. പാറ്റല്ല, കാൽമുട്ടിലെ അസ്ഥി, അത് മാത്രം പഠിച്ചു വയ്ക്കുക, കൺഫ്യൂഷനാവും. കാൽമുട്ടിലെ അസ്ഥിയുടെ പേര് പാറ്റല്ല. ക്യാരറ്റിൽ ധാരാളമായുള്ള ബീറ്റ കരോട്ടിൻ എവിടെ വെച്ചാണ് വിറ്റാമിൻ എ ആയി മാറുന്നത്? ക്യാരറ്റിൽ ധാരാളമായുള്ള ബീറ്റ കരോട്ടിൻ എവിടെ വെച്ചാണ് വിറ്റാമിൻ എ ആയി മാറുക? എവിടെ വെച്ചാണ് വിറ്റാമിൻ എ ആയി മാറുക? ആൻസർ കരൾ. വിറ്റാമിൻ എ ആയി മാറുന്നത് എവിടെ വെച്ചാണ്? കരൾ വെച്ചാണ്. അസ്ഥികളുടെയും പല്ലുകളുടെയും ആരോഗ്യ വളർച്ചയ്ക്ക് അത്യന്താപേക്ഷിതമായ ജീവകം ഏതാണ്? അസ്ഥികളുടെയും പല്ലുകളുടെയും ആരോഗ്യകരമായ വളർച്ചയ്ക്ക് വേണ്ടിയിട്ട് അത്യന്താപേക്ഷിതമായ ജീവകം ഏതാണ്? ആൻസർ ജീവകം ഡി ആണ്. പല്ലിൻ്റെ അസ്ഥിയുടെയൊക്കെ ജീവകം ഡി ആണ്. ജീവകം ഡി എന്ന് പറയുമ്പോൾ നമ്മൾ സൂര്യപ്രകാശം ഏൽക്കുമ്പോൾ ജീവകം ഡി നമുക്ക് ലഭിക്കാറുണ്ട് അല്ലേ. ത്വക്കിനിടയിൽ സംഭരിച്ചിരിക്കുന്ന കൊഴുപ്പും UV റേസും കൂടി, സൂര്യപ്രകാശത്തിലുള്ള അൾട്രാവയലറ്റ് റേസും കൂടി അവ പ്രവർത്തിക്കുമ്പോഴാണ് നമുക്ക് എന്തുണ്ടാകുക? ജീവകം ഡി നമുക്ക് ബോഡിയിലേക്ക് ലഭിക്കാം. ചില ഫുഡ് ഐറ്റംസ് കൂടിയും ജീവകം ഡി ലഭിക്കാറുണ്ട്. അപ്പോൾ വൈറ്റമിൻ സിയും ഇതിനു കൂടി കൂടെ പ്രവർത്തിച്ചെങ്കിൽ മാത്രം വൈറ്റമിൻ ഡി നമുക്ക് നന്നായിട്ട് ബോഡിയിലേക്ക് ആഗിരണം ചെയ്യപ്പെടുത്തുള്ളൂ. അങ്ങനെ വരുമ്പോൾ തന്നെ അസ്ഥികളുടെയും പല്ലിൻ്റെയും ഒക്കെ വളർച്ചയ്ക്ക് ആവശ്യം ആര് കൂടിയാണ്? വൈറ്റമിൻ ഡി. അതുപോലെ കാൽസ്യം ഇതിൻ്റെ കൂടെ ആവശ്യമുണ്ട്. അസ്ഥികളുടെയും പല്ലുകളുടെയും ആരോഗ്യ വളർച്ചയ്ക്ക് അത്യന്താപേക്ഷിതമായ ജീവകം ഏതാണ്? ജീവകം ഡി. ജീവകം ഡി ലഭിച്ചില്ലെങ്കിൽ എന്താ സംഭവിക്കുക? റിക്കറ്റ്സ് എന്ന രോഗമല്ലേ ഉണ്ടാവുക അല്ലേ. കണരോഗം ഉണ്ടാകുമ്പോൾ കൈയും കാലും ഒക്കെ അല്ലേ, കാലൊക്കെ ഇങ്ങനെ മുട്ട് വന്നിട്ട് വളഞ്ഞ് ഇങ്ങനെ അങ്ങോട്ട് പോകും അല്ലേ. മുട്ട് വന്നിട്ട് കാല് വളഞ്ഞ് പോകും. അതാണ് കാല് വളഞ്ഞ്, കൈയുടെ മുട്ടുമൊക്കെ വളഞ്ഞിരിക്കും. അതാണ് കണരോഗം അല്ലെ, റിക്കറ്റ്സ് എന്ന് പറഞ്ഞാൽ അതാണ്. അപ്പോൾ കാൽസ്യം ഇതിന് ഏറ്റവും കൂടുതൽ അത്യാവശ്യമാണ്, എങ്കിലേ ബോഡി നേരെയിരിക്കുള്ളൂ. നെക്സ്റ്റ് വൺ, കേരളത്തിലെ അംഗപരിമിത സൗഹാർദ്ദ സംസ്ഥാനമാക്കുക എന്ന ലക്ഷ്യത്തോടു കൂടി ആരംഭിച്ച പദ്ധതി. അംഗപരിമിത സൗഹാർദ്ദ സംസ്ഥാനം, കേരളത്തെ അംഗപരിമിത സൗഹാർദ്ദ സംസ്ഥാനമാക്കുക ലക്ഷ്യത്തോടു കൂടി ആരംഭിച്ച പദ്ധതി ഏതാണ്? വിറ്റാമിൻ എ ആണ്. സോറി കേട്ടോ. കേരളത്തെ അംഗപരിമിത സൗഹാർദ്ദ സംസ്ഥാനമാക്കാൻ ലക്ഷ്യത്തോടു കൂടി ആരംഭിച്ച പദ്ധതി ഏതാണ്? അനുയാത്രയാണ്. ഏതാണ്? അനുയാത്ര. വിറ്റമിനകത്ത് ഞാൻ പിന്നെയും കടന്നു കേട്ടോ, സോറി. അനുയാത്രയാണ്. അംഗപരിമിത സൗഹാർദ്ദ സംസ്ഥാനം ഏതാണ്? അനുയാത്രയാണ്. ഹരിതഗൃഹവാതകങ്ങൾക്ക് ഉദാഹരണം അല്ലാത്തത്. ഹരിതഗൃഹവാതകം ഉദാഹരണം അല്ലാത്തത് ഏതാണ്? കാർബൺ ഡൈ ഓക്സൈഡ് ഉണ്ട്, ഇവിടെ നൈട്രജൻ ഉണ്ട്, മീഥേൻ ഉണ്ട്, ഓസോൺ ഉണ്ട്. അല്ലാത്ത വാതകം ഏതാണ്? നൈട്രജനാണ് അല്ലേ. ഇവിടെ CO2 കൂടുമ്പോൾ ചൂട് കൂടിയാണ് നമുക്ക് ഹരിതഗൃഹ പ്രഭാവമൊക്കെ ഉണ്ടാവുന്നത് ഏറ്റവും കൂടുതലായിട്ട്. ബാക്കി മീഥേൻ, ഓസോണും എല്ലാം ഹരിതഗൃഹവാതകങ്ങളാണ്. നെക്സ്റ്റ് വൺ, ന്യൂക്ലിയസിനെ ചുറ്റി കറങ്ങുന്ന കണിക ഏതാണ്? ന്യൂക്ലിയസിനെ ചുറ്റി കറങ്ങുന്ന കണിക ഏതാണ്? ഇലക്ട്രോൺ അല്ലേ. ഇലക്ട്രോൺ ആണ് കറങ്ങുന്നത്. ഇരുമ്പിൻ്റെ ധാതു ഏതാണ്? ഇരുമ്പിൻ്റെ ധാതു ഏതാണ്? ഹേമറ്റൈറ്റ്. കോൾ ഗ്യാസിൽ ഏറ്റവും കൂടുതൽ ഏതാണ്? കോൾ ഗ്യാസിൽ ഏറ്റവും കൂടുതൽ ഉള്ളത് ഏതാണ്? ഹൈഡ്രജൻ. കോൾ ഗ്യാസിലുള്ളത് ഹൈഡ്രജൻ. വാഷിംഗ് സോപ്പിൽ ഉപയോഗിച്ചിരിക്കുന്ന രാസസംയുക്തം ഏതാണ്? സോഡിയം ഹൈഡ്രോക്സൈഡ്.
സോഡിയം ഹൈഡ്രോക്സൈഡ്. 16ാമത്തെ ഗ്രൂപ്പിൽ ഏറ്റവും ക്രിയാശീലത കൂടിയ മൂലകം ഏതാണ്? ഓക്സിജൻ. ദ്രവ്യവും ഊർജവും ഒരേ അസ്തിത്വത്തിൻ്റെ 2 ഭിന്നരൂപങ്ങൾ മാത്രമാണെന്ന് സമർത്ഥിച്ച ശാസ്ത്രജ്ഞൻ ആരാണ്? ഐൻസ്റ്റീൻ. ന്യൂട്ടൺ എന്നത് എന്തളക്കുവാനുള്ള ഏകകമാണ്? ബലം. സൂര്യൻ്റെ ഉപരിതലത്തിലെ ശരാശരി താപനില എത്രയാണ്? 55,000 ഡിഗ്രി സെൽഷ്യസ് ആണ്. വൈദ്യുത ചാർജുള്ള കണങ്ങളെ ദ്രവ്യം സ്ഥിതി ചെയ്യുന്ന അവസ്ഥയാണ് ഏത്? പ്ലാസ്മ അവസ്ഥ. താഴ്ന്നിരിക്കുന്നവയിൽ 12 കൊണ്ട് ശേഷീകരിക്കാവുന്ന സംഖ്യ ഏതാണ്? ആൻസർ ഓപ്ഷൻ എ ആണ്. വില കാണുക. ആൻസർ ഓപ്ഷൻ സി ആണ്. 1.004 മൈനസ് 0.0542 എന്ന് പറഞ്ഞാൽ എത്രയായിരിക്കും? ആൻസർ ഓപ്ഷൻ സി ആണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ പേപ്പറാണ്. അതായത് 32/2021 ക്വസ്റ്റ്യൻ പേപ്പർ തന്നെയാണ്. നോക്കാം. ഇന്ത്യയിലെ ഏറ്റവും പ്രായം കൂടിയ ഇന്ത്യയിലെ ഏറ്റവും പ്രായം കൂടിയ മടക്ക് പർവ്വതം ഏതാണ്? ആരവല്ലി. ഡെക്കാൻ പീഠഭൂമിയിലെ ഏറ്റവും ഉയരം കൂടിയ ഭാഗം ആനമുടി. ഒരു നദിയിലേക്ക് വെള്ളമെത്തുന്ന നിശ്ചിത പ്രദേശത്തിന് പറയുന്ന പേരെന്താണ്? വൃഷ്ടിപ്രദേശം. ജഹാംഗീറിൻ്റെയും നൂർജഹാൻ്റെയും ശവകുടീരങ്ങൾ സ്ഥിതി ചെയ്യുന്ന നദീതീരം ഏതാണ്? രവി. ഇന്ത്യയിലെ ഉഷ്ണകാലം ഏതാണ്? മാർച്ച് മെയ്. ഉത്തരേന്ത്യൻ സമതലങ്ങളിലെ പ്രധാന മണ്ണിനം ഏതാണ്? എക്കൽ മണ്ണ്. പോയിന്റ് കലേമർ പക്ഷിസങ്കേതം ഏത് സംസ്ഥാനത്താണ് വരുന്നത്? തമിഴ്നാട്. ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ദേശീയ ഉദ്യാനങ്ങളുള്ള സംസ്ഥാനം ഏതാണ്? മധ്യപ്രദേശ്. ഇന്ത്യയുടെ പ്രഥമ പൗരനായ ആദ്യ മലയാളി ആരാണ്? KR നാരായണൻ. നെക്സ്റ്റ് ഉപരാഷ്ട്രപതിയായതിനു ശേഷം രാഷ്ട്രപതിയായ ആദ്യ വ്യക്തി ആരാണ്? ആൻസർ ഡോക്ടർ എസ് രാധാകൃഷ്ണൻ. ഓപ്ഷൻ ഡി ഡോക്ടർ എസ് രാധാകൃഷ്ണൻ. മൗലിക അവകാശങ്ങൾ ഭരണഘടനയുടെ ഏത് ഭാഗത്താണ് പ്രതിപാദിച്ചിരിക്കുന്നത്? പാർട്ട് 3 ആണ് മൗലികാവകാശങ്ങൾ. അടിയന്തരാവസ്ഥ സമയങ്ങളിൽ മൗലികാവകാശങ്ങൾ റദ്ദ് ചെയ്യുന്നതിനുള്ള അധികാരമുള്ളത് ആർക്കാണ്? രാഷ്ട്രപതിക്ക്. സ്വത്തവകാശം ഇപ്പോൾ എന്തവകാശമാണ്? നിയമാവകാശമാണ്. അസ്പൃശ്യത അല്ലെങ്കിൽ അൺടച്ചബിലിറ്റി നിരോധനം വ്യവസ്ഥ ചെയ്യുന്ന ആർട്ടിക്കിൾ ഏതാണ്? ആർട്ടിക്കിൾ 17. ഏതനുച്ഛേദ പ്രകാരമാണ് ഏർപ്പെടുത്തുന്ന അടിയന്തരാവസ്ഥയിലാണ് രാഷ്ട്രപതിക്ക് മൗലിക അവകാശം റദ്ദ് ചെയ്യുന്നതിനുള്ള വരുന്നത്? അനുച്ഛേദം 35. ഏതനുച്ഛേദ പ്രകാരമാണ് ഏർപ്പെടുത്തുന്ന അടിയന്തരാവസ്ഥയിലാണ് രാഷ്ട്രപതിക്ക് മൗലിക അവകാശങ്ങൾ റദ്ദ് ചെയ്യാൻ പറ്റുന്നത്? അനുച്ഛേദം 352. അതാണ് അടിയന്തരാവസ്ഥ ഓർത്തപ്പോൾ എന്ത് വന്നു എന്ന് ആലോചിച്ചു. അനുച്ഛേദം 352. അടിയന്തരാവസ്ഥ വരുമ്പോൾ 352 പോവുക കേട്ടോ. അടിയന്തരാവസ്ഥ 352. നെക്സ്റ്റ് ദേശീയ മനുഷ്യാവകാശ കമ്മീഷണറെയും മെമ്പർമാരെ നിയമിക്കുന്നത് ആരാണ്? രാഷ്ട്രപതിയാണ്. ദേശീയ മനുഷ്യാവകാശ കമ്മീഷണറും മെമ്പർമാരും രാജിക്കത്ത് നൽകേണ്ടത് ആർക്കാണ്? കൊടുക്കേണ്ടത് ആർക്കാണ്? രാഷ്ട്രപതിക്കാണ്. ഇന്ത്യയിൽ മനുഷ്യാവകാശ സംരക്ഷണ നിയമം നിലവിൽ വന്നത് എന്നാണ്?
93 സെപ്റ്റംബർ 28. 1993 മനുഷ്യാവകാശം, മനുഷ്യൻ 93, മൂന്നും മനുഷ്യനും. 93 സെപ്റ്റംബർ 28. ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ ഒരു ഡാഷാണ്. ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ ഒരു സ്റ്റാറ്റ്യൂട്ടറി ബോഡിയാണ്. ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ്റെ പ്രധാന കാര്യനിർവഹണ ഉദ്യോഗസ്ഥനാരാണ്? ഇവിടെ ഒരു ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യനാണ്. ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ്റെ പ്രധാന കാര്യനിർവഹണ ഉദ്യോഗസ്ഥനാരാണ്? സെക്രട്ടറി ജനറലാണ്. കേരളത്തിൻ്റെ വിസ്തീർണം ഡാഷ് ചതുരശ്ര കിലോമീറ്റർ ആണ്. 38,863 ചതുരശ്ര കിലോമീറ്ററാണ്. കേരളത്തിലെ ഏറ്റവും വടക്കേ അറ്റത്തുള്ള കോർപ്പറേഷൻ ഏതാണ്? കേരളത്തിലെ ഏറ്റവും വടക്കേ അറ്റത്തുള്ള കോർപ്പറേഷൻ ഏതാണ്? കണ്ണൂരാണ്. കേരളത്തിൽ ഏറ്റവും കുറവ് മഴ ലഭിക്കുന്ന പ്രദേശം ചിന്നാർ. കേരളത്തിൽ ശൈത്യകാലം അനുഭവപ്പെടുന്നത് എപ്പോൾ? ഡിസംബർ ഫെബ്രുവരി മാസങ്ങളിൽ. പക്ഷി പാതാളം ഏത് ജില്ലയിലാണ് സ്ഥിതി ചെയ്യുന്നത്? പക്ഷി പാതാളം വയനാട്. കേരളത്തിലെ ആദ്യത്തെ കയർ ഫാക്ടറി ഡാറാസ്മയിൽ ആലപ്പുഴയിൽ സ്ഥാപിതമായത് ഏത് വർഷം? ഡാറാസ്മയിൽ ആലപ്പുഴയിൽ സ്ഥാപിതമായത് ഏത് വർഷമാണ്? AD 1859. AD 1859. ഡാറാസ്മയിൽ 1859. ടൂറിസത്തെ വ്യാവസായികമായി അംഗീകരിച്ച ആദ്യ സംസ്ഥാനം ഏതാണ്? ടൂറിസം കേരളം. ഇടുക്കി പദ്ധതിയുടെ സ്ഥാപിത ശേഷി 780 മെഗാവാട്ട്. സ്വകാര്യ മേഖലയിൽ പ്രവർത്തിക്കുന്ന കേരളത്തിലെ ആദ്യ ജലവൈദ്യുത പദ്ധതി മണിയാർ. കേരളത്തിലൂടെ കടന്നു പോകുന്ന ദേശീയപാത 85 ബന്ധിപ്പിക്കുന്ന സ്ഥലങ്ങൾ കൊച്ചി 20 പോയിൻറ്റ്. അവസാനമായി ഇന്ത്യ വിട്ടുപോയ വിദേശീയർ ആരാണ്? പോർച്ചുഗീസുകാർ. 1957 കലാപം അറിയപ്പെടുന്നത് എങ്ങനെയാണ്? ശിപായി ലഹള. കൽക്കട്ടയിൽ സുപ്രീം കോടതി സ്ഥാപിച്ച ഗവർണർ ജനറൽ വാറൻ ഹേസ്റ്റിങ്സ് ആണ്. സുപ്രീം കോടതി വാറൻ ഹേസ്റ്റിങ്സ്. ഇന്ത്യൻ ദേശീയതയുടെ പ്രവാചകൻ എന്നറിയപ്പെടുന്നത് ആരാണ്? രാജാറാം മോഹൻ റോയ്. വേദങ്ങളുടെയും പ്രധാനപ്പെട്ട 5 ഉപനിഷത്തുകളുടെയും പരിഭാഷ ബംഗാളിയിൽ പ്രസിദ്ധീകരിച്ച സാമൂഹ്യ പരിഷ്കർത്താവ് ആരാണ്? രാജാറാം മോഹൻ റോയ്. ഇന്ത്യയെ കണ്ടെത്തൽ എന്ന കൃതി രചിച്ചത് ആരാണ്? ജവഹർലാൽ നെഹ്റു. അധികാരത്തിലിരിക്കെ അന്തരിച്ച ആദ്യ ഇന്ത്യൻ പ്രധാനമന്ത്രി ജവഹർലാൽ നെഹ്റു. നീൽ ദർപ്പൺ രചിച്ചത് ആരാണ്? ദീനബന്ധു മിത്രയാണ്. അയ്യങ്കാളി ജനിച്ച ദിവസം ഏതാണ്? 1863 ഓഗസ്റ്റ് 28. 1863 ഓഗസ്റ്റ് 28. സമപന്തി ഭോജനം സംഘടിപ്പിച്ചത് ആരാണ്? വൈകുണ്ഠസ്വാമി. അക്കമ്മ ചെറിയൻ എന്ന പുസ്തകം എഴുതിയത് ആരാണ്? എഴുതിയത് ആരാണ്? ആർ പാർവതി ദേവി. അക്കമ്മ ചെറിയൻ ആർ പാർവതി ദേവി. ആഗമാനന്ദ അന്തരിച്ച വർഷം 1961. 1980 അയ്യങ്കാളി പ്രതിമ വെള്ളയമ്പലത്ത് അനാച്ഛാദനം ചെയ്ത ഇന്ത്യൻ പ്രധാനമന്ത്രി ആരാണ്? ഇന്ദിരാഗാന്ധി. ദക്ഷിണേന്ത്യയിൽ ആദ്യമായി കണ്ണാടി പ്രതിഷ്ഠ നടത്തിയ നവോത്ഥാന നായകൻ ആരാണ്? വൈകുണ്ഠസ്വാമി. ബ്രിട്ടീഷ് ആധിപത്യത്തിനെതിരായിട്ട് കേരളത്തിൽ നടന്ന ആദ്യത്തെ സംഘടിത കലാപം ഏതാണ്? ആറ്റിങ്ങൽ കലാപം. ഒന്നാം പഴശ്ശി വിപ്ലവത്തിനുള്ള പ്രധാന കാരണം എന്തായിരുന്നു? ബ്രിട്ടീഷുകാരുടെ തെറ്റായ നികുതി നയം. കുണ്ടറ വിളംബരം നടന്നത് എന്നാണ്? 1909 ജനുവരി 11. ചനാ സ്ത്രീകൾക്ക് മാറുമറയ്ക്കാനുള്ള അവകാശം നൽകിയത് എന്നാണ്?
59 ജൂലൈ 26. മറയ്ക്കാനുള്ള അവകാശം 59 ജൂലൈ 26. മനുഷ്യരിൽ രൂപം കൊള്ളുന്ന സ്ഥിരദന്തങ്ങളുടെ എണ്ണം 32. മനുഷ്യരീരത്തിലെ ഏറ്റവും ഭാരം കുറഞ്ഞ അവയവം ഏതാണ്? ശ്വാസകോശം. ഭാരം കുറഞ്ഞ അവയവം ശ്വാസകോശം. രക്തപര്യന വ്യവസ്ഥ കണ്ടെത്തിയത് ആരാണ്? രക്തപര്യന വ്യവസ്ഥ കണ്ടെത്തിയത് ആരാണ്? വില്യം ഹാർവിയാണ് രക്തപര്യന വ്യവസ്ഥ കണ്ടെത്തിയത്. ശരീരത്തിലെ അനൈച്ഛിക പ്രവർത്തനങ്ങളെ നിയന്ത്രിക്കുന്ന മസ്തിഷ്ക ഭാഗം. അനൈച്ഛിക പ്രവർത്തനം, നമ്മുടെ ഇഷ്ടമല്ലാതെ നടക്കുന്ന പ്രവർത്തനങ്ങളെ നിയന്ത്രിക്കുന്ന ശരീരഭാഗം ഏതാണ്? മെഡുല്ല ഒബ്ലോങ്ങറ്റ. മദ്യം ബാധിക്കുന്ന തലച്ചോറിൻ്റെ ഭാഗം. മദ്യം ബാധിക്കുന്നത് സെറിബെല്ലം. പേശികളെക്കുറിച്ചുള്ള പഠനമാണ് മയോളജി. ചുവടെ കൊടുത്തിട്ടുള്ളവയിൽ വൈറ്റമിൻ എച്ച് എന്നറിയപ്പെടുന്നത് ഏതാണ്? വൈറ്റമിൻ എച്ച് എന്നറിയപ്പെടുന്നത് ഏതാണ്? ബയോട്ടിൻ. വൈറ്റമിൻ എച്ച് ബയോട്ടിൻ. സഹത് എന്ന ടെലിമെഡിസിൻ പദ്ധതി കേന്ദ്ര ഗവൺമെൻറ് ആരംഭിച്ചത് എന്നാണ്? ഇവിടെ തയാമിനില്ല, B1 ഉണ്ട്, റൈബോഫ്ലോവിൻ ഉണ്ട്, ഫോളിക് ആസിഡ് ഒക്കെയാണ് കേട്ടോ. കുറേ അധികം പ്രാവശ്യം ഞാൻ പറഞ്ഞിട്ടുള്ളതാണ്. ഓക്കെ, സഹത് എന്ന ടെലിമെഡിസിൻ പദ്ധതി കേന്ദ്ര ഗവൺമെൻറ് ആരംഭിച്ചത് എന്നാണ്? 2015 ഓഗസ്റ്റ് 25. റേച്ചൽ കഴ്സൺ രചിച്ച സൈലന്റ് സ്പ്രിംഗ് എന്ന ഗ്രന്ഥത്തിലെ പ്രതിപാദ്യ വിഷയം ഏതാണ്? DDT. ആറ്റത്തിലെ നെഗറ്റീവ് ചാർജുള്ള കണം ഏതാണ്? ഇലക്ട്രോൺ. തോറിയത്തിൻ്റെ അയിര് ഏതാണ്? മോണോസൈറ്റ്. മാസ് നമ്പർ 2 ഉള്ള ഹൈഡ്രജൻ്റെ ഐസോട്ടോപ്പ് ഏതാണ്? ഡ്യൂട്ടീരിയം. ഡ്യൂട്ടീരിയം. അന്തരീക്ഷവായുവിൽ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്ന രണ്ടാമത്തെ മൂലകം ഏതാണ്? ഓക്സിജൻ. രണ്ടാമത്തെ മൂലകം. എണ്ണയോ കൊഴുപ്പോ ഒരു ആൽക്കലിയുമായി പ്രവർത്തിച്ചുണ്ടാകുന്ന ലവണം ഏതാണ്? എണ്ണയോ കൊഴുപ്പോ ഒരു ആൽക്കലിയുമായി പ്രവർത്തിച്ചുണ്ടാകുന്ന ലവണം ഏതാണ്? സോപ്പാണ്. പ്രപഞ്ചത്തിലെ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്ന അവസ്ഥ പ്ലാസ്മാവസ്ഥ. ഊർജം അളക്കുന്നതിനുള്ള യൂണിറ്റ് ഏതാണ്? ജൂളാണ്. തുല്യ സമയത്തിൽ തുല്യദൂരം സഞ്ചരിക്കുന്ന ചലനം അല്ലേ? ഇതൊന്നുമല്ല എന്നുള്ളതാണ് ആൻസർ. നെക്സ്റ്റ് വൺ. ഒരു വസ്തുവിനെ മുൻപോട്ടോ പിൻപോട്ടോ ചലിപ്പിക്കാൻ ഉപയോഗിക്കുന്ന ശക്തിക്ക് പറയുന്ന പേരെന്താണ്? ബലം. സൗരയൂഥം പിന്നിട്ട ആദ്യ മനുഷ്യനിർമ്മിത പേടകം ഏതാണ്? വോയേജർ 1. താഴെ കൊടുത്തിട്ടുള്ളവയിൽ 12ൻ്റെ ഗുണിതം ഏതാണ്? 3924. 82 എന്ന് പറയുമ്പോൾ അതിൻ്റെ ആൻസർ ഓപ്ഷൻ ബി ആണ് അല്ലേ? മാത്സ് എന്ന് പറയത്തില്ലെന്നായിരിക്കും. 83 എന്ന് പറയുമ്പോൾ എ ആണ്. 84ൻ്റെ ആൻസർ ഓപ്ഷൻ എ. 85 എന്ന് പറയുമ്പോൾ ബി. 86 എന്ന് പറയുമ്പോൾ ബി ആണ്. 87 എന്ന് പറയുമ്പോൾ എ ആണ് ആൻസർ കേട്ടോ. ഓക്കെ, താങ്ക് യു ഫോർ വാച്ചിങ്. വീണ്ടും കാണാം. നെക്സ്റ്റ് വീഡിയോയുമായി സബ്സ്ക്രൈബ് ചെയ്യുക ദയവായി. താങ്ക് യു. വീഡിയോസ് കാണുന്നതിനും സപ്പോർട്ട് ചെയ്യാൻ വളരെയധികം നന്ദിയുണ്ട്. താങ്ക് യു വെരി മച്ച്.